ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? അങ്ങനെ കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഹിമാലയൻ 450 ഫസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഷോർട്ട് വീഡിയോസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് നിങ്ങൾ കുറേ കാലമായിട്ടൊന്നും കാണാത്തത്. അതുപോലെ ബൈക്കിൻ്റെ റിവ്യൂസ് വരാത്തതിൻ്റെ മെയിൻ കാരണം ടെസ്റ്റ് ബൈക്സിൻ്റെ അൺഅവൈലബിലിറ്റിയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ തന്നെ റോയൽ എൻഫീൽഡ് ചില ഷോറൂംസിൽ മാത്രമേ ടെസ്റ്റ് ബൈക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള മിക്ക ബ്രാൻഡ്സിൻ്റെയും ഡീലേഴ്സിൻ്റെയും ടെസ്റ്റ് ബൈക്ക് ഉണ്ടാവില്ല. സെയിൽസിന് വെച്ചിരിക്കുന്ന വണ്ടി എടുത്തായിരിക്കും അവർ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ തരുന്നത്. സോ അങ്ങനെ ഒരു വണ്ടി എടുത്ത് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വണ്ടികൾ ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ എനിക്കുള്ള ഒരേ ഓപ്ഷൻ എന്ന് വെച്ചാൽ ബ്രാൻഡ് ഡയറക്റ്റായിട്ട് നമുക്ക് ബൈക്ക് തരണം. കുറേ കാലമായിട്ട് പല മീഡിയ ഇവൻറ്റ്സിൻ്റെ ഇൻവൈറ്റ് വരാറുണ്ട്. പക്ഷേ പല പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല, ഇവൻറ്റ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ബജാജ് ഇൻവൈറ്റ് ചെയ്തിട്ട് 2025 NS 400 റിവ്യൂവിനായിട്ട് ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ സിറ്റിക്കകത്തുള്ള ബജാജ് ഷോറൂമിൽ അവർ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വണ്ടി എടുത്ത് നന്ദിഗിരിസിലോട്ട് പോയി പിന്നെ വീണ്ടും തിരിച്ച് ഷോറൂമിലേക്ക് പോകുന്നതാണ് റൈഡ്. എല്ലാം കൂടി ഒരു 120-130 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും. ഇത്രയും ഓടിച്ചതിൻ്റെ ബേസിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റിവ്യൂവിൽ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബജാജ് NS 400C ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. സോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഒരുപാട് മേജർ അപ്ഡേറ്റ്സ് ഈ ഒരു 2025 വേർഷനിൽ ബജാജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് വണ്ടിയുടെ ലുക്സിലോട്ട് വരാം. NS 200-ന് സിമിലർ ആയിട്ടുള്ള ഒരു ബീഫി ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ തന്നെയാണിത്. ഒരുപാട് ഫീച്ചറിസ്റ്റിക് ആണെന്നും തോന്നിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഒരു ഡീസൻറ്റ് ലുക്കിംഗ് തന്നെയാണ്. വണ്ടിയുടെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ബജാജിൻ്റെ മറ്റ് വണ്ടികൾക്കൊക്കെ ഉള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ക്വാളിറ്റി തന്നെയാണ് ഇതിലും ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. C സിഗ്നേച്ചർ DRLs കൊടുത്തിട്ടുണ്ട്. രാത്രി ഓടിക്കാൻ വണ്ടി കിട്ടാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ത്രോ എങ്ങനെയാണെന്ന് വലിയ പിടിയില്ല. കറണ്ട് ഓണേഴ്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പൊതുവേ ബജാജിൻ്റെ വണ്ടികൾക്കെല്ലാം ഹെഡ് ലാമ്പ് നല്ല രീതിയിലുള്ള ഒരു ത്രോ കിട്ടുന്നതാണ്. 43mm USD ഫോക്സ് ആണ് വരുന്നത്. അഡ്ജസ്റ്റബിലിറ്റി ഒന്നുമില്ല. സസ്പെൻഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്, റൈഡ് റിവ്യൂവിൽ പറയാം. 110 സെക്ഷൻ്റെ ടയേഴ്സും 17 ഇഞ്ചിൻ്റെ വീൽസും വരുന്നുണ്ട് ഫ്രണ്ടിൽ. അതുപോലെ 320mm വലിയ ഡിസ്ക്, ഗ്രിമെക്ക കാലിപ്പേഴ്സ്, പിന്നെ സിൻഡേഡ് പാഡ്സുമാണ് വരുന്നത്. ടയറിലും ബ്രേക്ക് പാഡ്സിലാണ് ബജാജ് വലിയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം വില കുറവായതുകൊണ്ട് നോർത്തിലൊക്കെ ഒരുപാട് പേര് വണ്ടി എടുക്കുന്നുണ്ട്. അതിൽ കുറേ പേര് ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന കണക്കാണ് കണ്ട കോർണേഴ്സിലും ഹൈവേസിലൊക്കെ വണ്ടി കൊണ്ട് ക്രാഷ് ചെയ്യുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടി വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ ഫസ്റ്റ് ബൈക്കായിട്ട് NS 400 ഒരുപാട് പേര് എടുത്തിട്ടുണ്ടാവണം. വണ്ടി ഓടിക്കുള്ള ബേസിക് പ്രോപ്പർ സ്കില്ലൊന്നും ഇല്ലാതെ കഴപ്പ് കാണിക്കാൻ ഇറങ്ങിയാൽ റോഡിനെ ഉമ്മച്ച് കളിക്കുള്ള ചാൻസ് എന്തായാലും കിട്ടും. എനിവേ അങ്ങനെയുള്ളൊരു കാരണം ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയറും ബ്രേക്സും ബജാജ് അങ്ങ് അപ്ഗ്രേഡ് ചെയ്തു. മുമ്പ് ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത് നോർമൽ ബയസ് ടയേഴ്സ് ആണ്. ഇനി മുതൽ റേഡിയൽ ടയേഴ്സ് ആയിരിക്കും ഈ വണ്ടിയിൽ വരുന്നത്. ഇതുപോലെ പെർഫോമൻസ് ഓറിയന്റഡ് മോട്ടോർ സൈക്കിൾസിൽ റേഡിയൽ ടയേഴ്സ് എന്നുള്ളത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ബജാജ് അന്ന് ബയസ് ടയേഴ്സ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴെങ്കിലും അവരത് മാറ്റി, നല്ല കാര്യം. അപ്പോളോ ആൽഫ H1 ആണ് ഞാൻ ഓടിക്കുന്ന ഈ വണ്ടിയിൽ ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ MRF ആയിരിക്കും ഇനി വരാൻ പോകുന്ന വണ്ടികളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അതും നല്ല ടയേഴ്സ് തന്നെയാണ്, മോശമൊന്നുമല്ല. അതുപോലെ ബ്രേക്ക് പാഡ്സ് എന്നുള്ളത് മുമ്പിരുന്ന ഓർഗാനിക് പാഡ്സ് ആണ്, അത് മെറ്റാലിക് പാഡ്സിലോട്ട് മാറി. സോ ഈ 2 അപ്ഗ്രേഡ്സ് കൊണ്ടുവന്ന് ബ്രേക്കിങ്ങും റോഡ് ഗ്രിപ്പൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ആക്കാനാണ് ബജാജ് ശ്രമിച്ചിരിക്കുന്നത്. പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും, പക്ഷേ ആസ് എ കസ്റ്റമർ ഇതിൻ്റെ മെയിൻ്റെനൻസും കുറച്ചുകൂടെ കൂടും. കാരണം റേഡിയൽ ടയേഴ്സിൻ്റെ കോസ്റ്റ് തന്നെ ഒരു പെയറിന് ഒരു 12-14 റേഞ്ചിൽ വരും. അതുപോലെ മെറ്റാലിക് ബ്രേക്ക് പാഡ്സ് ഒരു 2.5-3,000 റേഞ്ചിലൊക്കെ ആയിരിക്കും കോസ്റ്റ് വരുന്നത്. എനിവേ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ കാര്യത്തിൽ പിശക്കൊന്നും കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എഞ്ചിനിലോട്ട് വരുമ്പോൾ 373cc ആണ്. മുമ്പ് 40 PS പവറും 35 Nm ഓഫ് ടോർക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് 43 PS പവറായിട്ട് കൂട്ടിയിട്ടുണ്ട്. ടോർക്ക് സെയിം തന്നെയാണ് 35 Nm. ഈ ഒരു 3 PS പവറിൻ്റെ ഇൻക്രീസ് കൊണ്ടുവന്നത് 3 ചേഞ്ചസ് വരുത്തിയിട്ടാണ്. വാൽവ് ട്രെയിൻ, ക്യാം ടൈമിംഗ്, എയർ ഇൻജെക്ട്. ഈ 3 കാര്യങ്ങളും ബജാജ് റിവൈസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ 3 ചേഞ്ചസും ബേസിക്കലി ചെയ്യുന്നത് എഞ്ചിനിലേക്ക് വന്നു പോകുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ കുറേ കൂടി ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എഞ്ചിൻ കുറേ കൂടി ബെറ്റർ ആയിട്ട് ബ്രീത്ത് ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഇംപ്രൂവ്ഡ് പവർ ഔട്ട്പുട്ടും കിട്ടും. അതുപോലെ ഈ വന്ന എക്സ്ട്രാ പവർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പുണ്ടായിരുന്ന കാസ്റ്റ് പിസ്റ്റൺ മാറ്റിയിട്ട് ഇപ്പോൾ ഫോർജ്ഡ് പിസ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് പിസ്റ്റൺ എന്ന് പറയുമ്പോൾ അലുമിനിയം ഉരുക്കി ഒരു അച്ചിനകത്ത് ഒഴിച്ച് അതിൽ നിന്നായിരിക്കും പിസ്റ്റൺ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഫോർജിങ് ചെയ്ത പിസ്റ്റൺ ആകുമ്പോൾ ആൾറെഡി സോളിഡ് സ്റ്റേറ്റുള്ള മെറ്റലിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർജ് പിസ്റ്റൺ കുറേ കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. ഹയർ RPMസിലും ഹയർ ടെമ്പറേച്ചറിലൊക്കെ കുറേ കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. എഞ്ചിൻ്റെ ലോങ് ടേം ലൈഫൊക്കെ ഇതുകൊണ്ട് കുറേ കൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതും നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. സോ എഞ്ചിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ 0-60, 0-100 പിന്നെ ടോപ്പ് സ്പീഡിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നെന്നാണ് ബജാജ് പറയുന്നത്. നമ്പേഴ്സൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ കുറേ കൂടി ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടി റേഡിയേറ്റർ കൗളിൻ്റെ ഡിസൈനിലും കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബജാജ് വണ്ടിയിൽ 4 റൈഡിംഗ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്: റോഡ്, ഓഫ് റോഡ്, റെയിൻ ആൻഡ് സ്പോർട്സ് മോഡ്. സ്പോർട്ട് മോഡിൽ 10.7K RPMലാണ് റെഡ് ലൈൻ വരുന്നത്. ബാക്കി 3 മോഡ്സിലും 10.3K RPMലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ക്ലച്ച് പിടിക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ബജാജ് വിളിക്കുന്നത് സ്പോർട്സ് ഷിഫ്റ്റർ എന്നാണ്. കാരണം സ്പോർട്സ് മോഡിൽ മാത്രമേ ക്ലച്ചിലെ സബ് ഷിഫ്റ്റിങ്ങും ഡൗൺ ഷിഫ്റ്റിങ്ങും പറ്റൂ. ബാക്കി 3 മോഡ്സിൽ ഇത് ചെയ്യാൻ പറ്റില്ല. നോർമൽ കിക്ക് ഷിഫ്റ്റർ പോലെ ഒരു ഡെഡിക്കേറ്റഡ് സെൻസർ ഇതിന് വരുന്നില്ല.
അല്ലാതെ തന്നെ ക്ലച്ചിലെ സബ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബജാജിൻ്റെ ഒരു ഇന്നോവേഷനാണ് ഈ സ്പോർട്ട് ഷിഫ്റ്റ്. പക്ഷേ എല്ലാ റൈഡിംഗ് മോഡ്സിലും ഇത് കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. നമ്മൾ വണ്ടി ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് മാത്രം കൊടുക്കുക. ഇല്ലെങ്കിൽ വേറെ മോഡിലിട്ട് ക്ലച്ചിലെ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിൽ നിന്ന് പല്ല് വാരി അടിക്കേണ്ടി വരും. ഇനി റിയർ സസ്പെൻഷനിലോട്ട് വരുമ്പോൾ ഡൊമിനാറിലൊക്കെ വരുന്ന 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോ കൊടുത്തിട്ടുണ്ട്. 230 mm ഡിസ്ക്കാണ് പുറകിൽ വരുന്നത്. 17 ഇഞ്ചസിൻ്റെ വീൽസും റേഡിയൽ ടയേഴ്സും വരുന്നുണ്ട്. പക്ഷേ ടയർ സൈസ് മുമ്പത്തെ 140യേക്കാളും 150 മാറ്റിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. കാരണം 150 ഈ വണ്ടിക്ക് സ്റ്റാൻഡേർഡായിട്ട് വേണ്ട ടയർ തന്നെയാണ്. അവിടെയും കോസ്റ്റ് കുറച്ചിട്ടാണ് അവർ 140 സെക്ഷൻ ടയേഴ്സ് കൊടുത്തത്. ഇനി സീറ്റ്സിലോട്ട് വരുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് സീറ്റ്സ് തന്നെയാണ്. പിലിയൻ സീറ്റും ഓക്കെ എന്ന് പറയാം. ഇനി മീറ്ററിലോട്ട് വരുമ്പോൾ ബജാജ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും എടുത്ത് വെച്ചേക്കുന്ന ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ഡിസ്പ്ലേ. പേഴ്സണലി എനിക്ക് ഈ ഡിസ്പ്ലേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല ബ്രാൻഡ്സും സ്കൂട്ടറിൽ വരെ TFT ഡിസ്പ്ലേ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രൈസിങ് കോമ്പറ്റീറ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ബജാജ് ഇതിലൊക്കെ ഇത്തിരി കുറച്ച് പിശക്ക് കാണിക്കുന്നത്. ആസ് ലോങ് ആസ് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് ഓക്കെയാണ്, വണ്ടി ഓടിക്കാൻ രസമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഈ വണ്ടിയിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് 173 cm ആണ്. എനിക്ക് 2 കാലും കംഫർട്ടബിളി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈഡിംഗ് പോസ്റ്ററും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരിടത്തും ഒരു പ്രഷർ പോയിന്റ് ഒന്നും തോന്നുന്നില്ല. നമുക്ക് ഹാൻഡിൽ ബാർ പിടിക്കാൻ ഒരുപാട് ലീൻ ഫോർവേഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആൾമോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ്. ഹാൻഡിൽ ബാർ സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയൊക്കെ ബജാജിൻ്റെ മറ്റ് ബൈക്കുകളുള്ള തന്നെയാണ്. ചാർജിംഗ് പോർട്ട് USB ഉള്ളൂ, Type C വരുന്നില്ല. ഇനി വണ്ടിയുടെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് വരാം. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 174 kg മാത്രമേ ഉള്ളൂ. ഡൊമിനാറോട്ട് കമ്പയർ ചെയ്യുമ്പോൾ 18 കിലോളം വെയിറ്റ് കുറവാണ്. പക്ഷേ 390 ഡ്യൂക്കിനേക്കാളും 6 കിലോ കൂടുതലുമാണ്. സ്റ്റിൽ വണ്ടി വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സിറ്റി ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വളരെ ഈസിയാണ്. ബമ്പർ ടു ബമ്പർ സ്ലോ മൂവിങ് ട്രാഫിക്കിലും നിർത്തിയിട്ട് ടൈറ്റായിട്ട് ടേൺ എടുക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൊമിനാർ പോലെയൊന്നുമല്ല, നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് ആംഗിൾ ഇതിനുണ്ട്. ഈവൻ ഡ്യൂക്കിനേക്കാളും കുറേ കൂടെ ഈസി ആയിട്ട് നമുക്ക് സിറ്റിക്കകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി സിറ്റിയിലുള്ളതിൻ്റെ എഞ്ചിൻ പെർഫോമൻസിലോട്ട് വരാം. മോശമല്ലാത്തൊരു ലോൺ ടോർക്ക് തരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിലിരിക്കുന്നത്. ഒരു 14 to 16 km സ്പീഡ് ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് മാറാം. ഒരു 22-24 ആകുമ്പോൾ തേർഡ്, 28-30 ആണെങ്കിൽ ഫോർത്ത്, ഒരു 35-38 ഒക്കെ ആണെങ്കിൽ ഫിഫ്ത്ത്, ഒരു 45-നകത്ത് 6th ഗിയറിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. എഞ്ചിൻ സ്ട്രെസ്സോ നോക്കിങ്ങോ ചെയിൻ അടിയൊന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു 6000 RPM വരെയൊക്കെ വണ്ടി അത്യാവശ്യം ലീനിയർ ആയിട്ടാണ് കയറുന്നത്. എന്ന് വെച്ചാൽ ഒരു സഡൻ സർജ് ഓഫ് പവർ ഒരിടത്തും ഫീൽ ചെയ്യില്ല. സിറ്റീസിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ എന്തായാലും ആ ഒരു റേഞ്ച് ഓഫ് RPM താഴെ ആയിരിക്കും ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് സിറ്റീസിൽ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. ഇനി ഹൈവേസിലോട്ട് വരുമ്പോൾ ഒരു 6,000 to 7,000 RPM കഴിയുമ്പോഴാണ് ആ ഒരു സഡൻ ജമ്പ് പവറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഹൈവേസിലൊക്കെ ഇത് അഗ്രസീവ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പവർ ഡെലിവറി സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടലി ഒരു പെർഫെക്റ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോവർ RPMസിൽ ആവശ്യത്തിനുള്ള ടോർക്കും കിട്ടുന്നുണ്ട്, ഹയർ RPMസിൽ ആവശ്യത്തിനുള്ള പവറും കിട്ടുന്നുണ്ട്. പ്രീവിയസ് വെർഷനേക്കാൾ ഇതിന് ടോപ്പ് സ്പീഡ് ഇത്തിരി മാറിയിട്ടുണ്ടെന്നാണ് ബജാജ് പറയുന്നത്. മുമ്പ് 150 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 157 ആണ്. ഞാനൊരു 135 വരെയൊക്കെ മാത്രമേ പുഷ് ചെയ്തുള്ളൂ, അതിന് മുകളിലോട്ട് കയറിയില്ല. അതെന്താണ് ഞാൻ പിന്നീട് പറയാം. ഇനി ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ആൻഡ് ഹീറ്റിങ്ങിലോട്ട് വരാം. സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ 50 km സ്പീഡ് വരെ ഞാൻ തേർഡ് ഗിയറിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി ഓടിച്ചപ്പോൾ എൻ്റെ ഒരു ഗിയറിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ സെക്കൻഡ് ഗിയർ ആഫ്റ്റർ 20 km, തേർഡ് ആഫ്റ്റർ 35-40, ഫോർത്ത് ഇടുന്നത് ഒരു 60 to 70 ഒക്കെ ആകുമ്പോൾ, ഫിഫ്ത്ത് ഒരു 90+ കഴിയുമ്പോഴൊക്കെയാണ് ഇടുന്നത്. 6th ഗിയർ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. ഈ ഒരു ഗിയറിംഗ് പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വണ്ടിയുടെ റിഫൈൻമെൻറ്റ് ലെവലാണ്. കാരണം തേർഡ് ഗിയറിൽ ഒരു 50 km വെച്ച് ഫോർത്തിൽ 70-80 ഒക്കെ ഓടിക്കുമ്പോൾ പോലും എനിക്ക് അടുത്തൊരു അപ്ഷിഫ്റ്റ് വേണമെന്ന് തോന്നുന്നില്ല. കാരണം വണ്ടി അപ്പോഴും എനിക്ക് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള എക്സസീവ് വൈബ്രേഷൻ ഒരിടത്തും തോന്നിയിട്ടില്ല, ഒരുപാട് നോയ്സ് ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല. Gen 3 390 ഞാൻ നാട്ടിൽ ഓടിക്കുന്നതാണ്. അതെനിക്ക് വളരെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് വേണമെന്ന് തോന്നുന്ന ഒരു വണ്ടിയാണ്. കാരണം എഞ്ചിൻ നോയ്സും വൈബ്രേഷനും ഒക്കെ നമുക്കൊരു സ്മൂത്ത് ഫീൽ തരത്തില്ല. ഈവൻ ഡൊമിനാറിനേക്കാളും ബെറ്റർ റിഫൈൻഡ് ആയിട്ടാണ് ഈ വണ്ടി എനിക്ക് തോന്നിയത്. മേ ബി ഫോർജ് പിസ്റ്റൺ കൂടി വന്നുകൊണ്ടാവാം. ഞാൻ ഓടിച്ച ഈ ഒരു ഗിയറിംഗ് പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിലും സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പേഴ്സണലി ഞാനിപ്പോഴും എഞ്ചിൻ ലൈവായിട്ട് നിൽക്കുന്ന ഒരു RPM റേഞ്ചിൽ ഓടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ വണ്ടി കൈ കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി കയറിക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടി വന്നത്. പക്ഷേ എന്നിട്ടും എനിക്ക് അവിടെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എഞ്ചിൻ റിഫൈൻമെൻറ്റും പെർഫോമൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഡെയിലി റൈഡ്സിൽ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ റൈഡ് ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി ഹീറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഞാൻ ഫുൾ റൈഡിംഗ് ഗീസിട്ടാണ് വണ്ടി ഓടിച്ചത്. ബാംഗ്ലൂർ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഒരുപാട് നേരം ഓടിച്ചിട്ടും ഹീറ്റ് കാലിലേക്ക് അടിച്ചില്ല. പക്ഷേ ഗിയറൊന്നും ഇല്ലാതെ നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി റൈഡ്സിൽ ഹീറ്റ് കാലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിൾ സിലിണ്ടർ 400cc എഞ്ചിനാണ്, നോർമലായിട്ട് കൂട്ടിയാൽ മതി. സോ എഞ്ചിൻ പെർഫോമൻസിനെ പറ്റി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ റൈഡിംഗ് കണ്ടീഷൻസിൽ ഡെയിലി കമ്മ്യൂട്ടിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പവർ ഡെലിവറിയും മോശമല്ലാത്തൊരു റിഫൈൻമെൻറ്റും ആർക്ക് വേണമെങ്കിലും കംഫർട്ടബിളി ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവർഫുൾ 373cc എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. സമയത്തിന് ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ച് 95 RON ഫ്യൂലും കൂടി അടിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ഈ എഞ്ചിൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ക്ലച്ച് ആൻഡ് ഗിയർ ഓപ്പറേഷനോട്ട് വരുമ്പോൾ അസിസ്റ്റൻസ് സപ്ലൈ ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് ലിവർ അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൈ കൊണ്ട് തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഓക്കെ. ക്ലച്ച് ഫീൽ വളരെ ലൈറ്റാണ്. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും സ്മൂത്ത് തന്നെയാണ്, കുറ്റമൊന്നും പറയാനില്ല. ഫാസ്റ്റ് ന്യൂട്രൽസ് ഒന്നും വീണിട്ടില്ല. ഹയർ RPMs ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്ലങ്കിനെസ് ഫീൽ ചെയ്യും.
ഇനി സ്പോട്ട് ഷിഫ്റ്റർ, അതായത് വണ്ടിയുടെ ക്ലച്ച്ലെസ് ഷിഫ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഹയർ ഗിയേഴ്സിലുള്ള അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റൊക്കെ അത്യാവശ്യം സ്മൂത്താണ്. 4, 5, 6 ഈസിലി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേകിച്ച് ക്വിക്ക് ഷിഫ്റ്റർ സെൻസറൊന്നും വരുന്നില്ല. വണ്ടിയിൽ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ട് ബജാജ് തന്നെ ഇന്നോവേറ്റ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ് ഇത്. പേഴ്സണലി ഞാൻ നാട്ടിൽ ഓടിക്കുന്ന 390 ഡ്യൂക്കിനേക്കാളും കുറച്ചുകൂടി സ്മൂത്തറായിട്ടാണ് ഹയർ RPMs ഇതിൻ്റെ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് വർക്ക് ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേ സ്പോട്ട് മോഡിൽ മാത്രമേ ഈ ഒരു ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് ബജാജ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം അഗ്രസീവായിട്ട് റൈഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ എന്നൊരു കാൽക്കുലേഷനിലാണ് ബജാജ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുന്നത് മുന്നേ സസ്പെൻഷൻ ആൻഡ് ടയേഴ്സിലോട്ട് വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ക്രാഷസും പിന്നെ കുറേ നെഗറ്റീവ് ഫീഡ്ബാക്സുമാണ് ഇതിന് ടയറും ബ്രേക്സും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബജാജിനെ നിർബന്ധിച്ചത്. ഞാൻ ഓടിക്കുന്ന ഈ വണ്ടിയിൽ അപ്പോൾ ആൽഫ H1 ആണ് കിടക്കുന്നതെങ്കിലും ഇനി അങ്ങോട്ട് MRFന്റെ സ്റ്റീൽ ബ്രേക്സ് വരുമെന്നാണ് ബജാജ് പറയുന്നത്. കാരണം NSന് ഇങ്ങനെ ഒരു ടയർ അപ്ഗ്രേഡ് വരുന്ന സമയത്ത് അപ്പോളോ ബജാജിന് കൊടുക്കുന്ന റേറ്റ് അങ്ങ് കൂട്ടി. സോ ബജാജിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ആയതുകൊണ്ട് അത് MRFലേക്ക് മാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. MRF സ്റ്റീൽ ബ്രേക്സും അത്യാവശ്യം നല്ലൊരു റേഡിയൽ ടയർ തന്നെയാണ്, മോശമൊന്നുമല്ല. എനിവേ റേഡിയൽ ടയർ ഇടുമ്പോൾ തന്നെ വണ്ടിയുടെ പെർഫോമൻസിന് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഞാൻ പഴയ വേർഷൻ ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലുള്ള റേഡിയൽ ടയേഴ്സ് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തന്നെ നമുക്ക് കോർണേഴ്സിലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഹൈവേസിലൊക്കെ ഹൈ സ്പീഡിലോട്ട് വരുമ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് സസ്പെൻഷനാണ്. ഒരു നേക്കർ സ്ട്രീറ്റ് എന്ന നിലയിൽ സിറ്റിക്കകത്തൊക്കെ ഓടിക്കുമ്പോൾ ചെറിയ കമ്പും കുഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എടുക്കാനുള്ള രീതിയിലാണ് ഈ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചധികം സോഫ്റ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സോ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമൊന്നുമില്ല, കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷേ ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇൻ കേസ് ബ്രേക്കിംഗ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് എൻഡ് ഡൈവ് വളരെ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ക്രൂസിംഗ് സ്പീഡിലൊക്കെ ഓടിച്ചിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് വെയിറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ട്. സസ്പെൻഷൻ ഭയങ്കര പ്ലഷി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കംപ്രസ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ ആ ഒരു പ്ലഷിനെസ് ഉള്ളതുകൊണ്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്ത 2 പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഈവൻ പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ പോലും ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് വെയിറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അത് വണ്ടി ഓവറോൾ സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യും. 2 ഹൈവേസിലൊക്കെ ഹൈ സ്പീഡ് ക്രൂസിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു 120, 130 പുഷ് ചെയ്യുകയാണെങ്കിൽ വണ്ടി അത്ര നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നില്ല. ചെറിയ രീതിയിൽ വണ്ടി ഫ്ലോട്ട് ചെയ്ത് പോകുന്നതിലാണ് തോന്നുന്നത്. ഡൊമിനാർ ഓടിച്ചുള്ളവർക്ക് അറിയായിരിക്കും ആ വണ്ടിയുടെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ നമ്മളൊരു 130, 140 പുഷ് ചെയ്ത് ഓടിച്ചാൽ പോലും ഡൊമിനാർ നല്ല രീതിയിൽ പ്ലാൻഡ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിൽ ഓടിക്കുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഒരു തരത്തിലും കുറയുന്നില്ല. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ 120 മേലേക്ക് കണ്ടിന്യൂസ് ക്രൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതുപോലെ കോർണേഴ്സിൽ ട്രെയിൽ ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് ഇത്തിരി പുഷ് ചെയ്ത് ഓടിക്കുന്ന ആളാണെങ്കിലും ഈ സസ്പെൻഷൻ നിങ്ങൾക്ക് അത്ര നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കില്ല തരുന്നത്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് അഗ്രസീവായിട്ടുള്ള റൈഡിങ്ങും ബ്രേക്കിംഗ് ചെയ്യേണ്ട സമയത്തുള്ള സസ്പെൻഷനിലെ ആ ഒരു ഫീഡ്ബാക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടി ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ റെഡിയാക്കാമെന്നായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്. കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഫോക്കോയിൽ ഒഴിച്ച് നോക്കിയാൽ ചിലപ്പോൾ ക്ലിയർ ആവും. ഇല്ലെങ്കിൽ സസ്പെൻഷൻ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക് മാത്രമാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ തോന്നണമെന്നില്ല. ഇനി എനിക്ക് കിട്ടിയ വണ്ടിയുടെ ഒരു പ്രശ്നമാണോ എന്നറിയാൻ വേറൊരു വണ്ടിയുടെ ഓടിച്ച് നോക്കിയായിരുന്നു. അതിലും ഇങ്ങനെ ഒരു പ്ലഷിയായിട്ട് സസ്പെൻഷൻ തന്നെയാണ് ഫീൽ ചെയ്തത്. എനിവേ ഇതൊരു ഡീൽ ബ്രേക്കർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഈ വണ്ടി എടുക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി ബ്രേക്സിലോട്ട് വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഓർഗാനിക് പാഡ്സ് മാറ്റി സിൻഡേഡ് പാഡ്സ് ആണ് ഇപ്പോൾ വണ്ടിയിൽ വരുന്നത്. സോ ബ്രേക്കിംഗ് ഇപ്പോൾ കുറേ കൂടി ഷാർപ്പായിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് ബജാജ് ഇതുവരെ പറഞ്ഞിട്ടില്ല. മിക്കവാറും ഡ്യൂക്ക് 390 വരുന്ന സിമിലർ കോസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾ അത്യാവശ്യം കൈ കൊടുത്ത് അഗ്രസീവ് റൈഡിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിൻഡേഡിൽ നിന്ന് വീണ്ടും ഓർഗാനിക്കിലോട്ട് പോകരുതെന്ന് ഞാൻ പറയൂ. സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിൻ്റെ ടൂറിംഗ് എബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നേക്കർ സ്ട്രീറ്റ് ബൈക്കാണ്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം പവറൊക്കെ ഉള്ളതുകൊണ്ട് ടൂറിങ്ങിനൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പേഴ്സണലി ഹൈ സ്പീഡ് ക്രൂസിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ സ്റ്റെബിലിറ്റിയിൽ തോന്നിയ ആ ഒരു ചെറിയ ഇഷ്യൂ ഒഴിച്ച് നിർത്തിയാൽ വേറെ പ്രശ്നമൊന്നും എനിക്ക് വണ്ടിക്ക് തോന്നുന്നില്ല. കേരളത്തിനകത്ത് ടൂറിംഗ് ഈ വണ്ടി കൊണ്ടുപോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. കാരണം ഹൈവേസ് നമുക്ക് വളരെ കുറവാണല്ലോ. എസ്പെഷ്യലി ഹൈ റേഞ്ചസിലൊക്കെ വണ്ടി ഓടിക്കാൻ അബ്സല്യൂട്ട് ഫൺ എന്ന് തന്നെ പറയാം. നന്ദി ഹിൽസ് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴൊക്കെ കോർണേഴ്സിലൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് കാരണം ട്രെയിൽ ബ്രേക്കിംഗ് ഒക്കെ ആവശ്യമുള്ള ലെവലിലേക്ക് പുഷ് ചെയ്ത് ഞാൻ കോർണറിൽ ഓടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഹൈവേ ടൂറിങ്ങിനാണ് നിങ്ങൾ കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഡൊമിനാർ ആയിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി ഇതിൻ്റെ റൈഡ് കംഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 130 കിലോമീറ്റേഴ്സാണ് ഞാൻ ടോട്ടലി വണ്ടി ഓടിയത്. അതിൽ വാക്ക് അറൗണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതല്ലാതെ ഫുൾ ടൈം വണ്ടി തന്നെ ആയിരുന്നു. വണ്ടി എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതിപ്പോൾ വണ്ടിയുടെ റൈഡിംഗ് സ്റ്റാൻഡ്സ് ആയാലും സീറ്റ് ആയാലും വണ്ടി മനൂവർ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ആയാലും എല്ലാം വളരെ കംഫർട്ടബിൾ തന്നെ ആയിരുന്നു. ഫുൾ ഡേ മിനിമം 300 കിലോമീറ്റേഴ്സിന് മേലേക്ക് നിങ്ങൾക്ക് വണ്ടിയിൽ ഈസിലി ചെയ്യാൻ പറ്റേണ്ടതാണ്. ഡൊമിനാറിൽ വരുന്ന സെയിം മിറേഴ്സ് തന്നെയാണ്, നല്ല വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. എപ്പോഴും ഉള്ളതുപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. രാത്രി ഓടിക്കാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഫ്ലോയെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS, അസിസ്റ്റൻസ് സൂപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ, റൈഡ് ബൈ വയർ, സ്പോർട്ട് മോഡിൽ മാത്രം വർക്കാവുന്ന ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് ബജാജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൈലേജ് ബജാജ് പറയുന്നത് 28 kmpl ആണ്. പവർ കൂടിയിട്ടും മൈലേജിൽ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. ഞാനായിട്ട് ഫ്യൂലൊന്നും അടിച്ചിട്ടില്ല, ആൾറെഡി അതിലുള്ള ഫ്യൂലായിരുന്നു. മീറ്ററിൽ എനിക്ക് കിട്ടിയ മൈലേജ് 29 kmpl ആണ്. ലോവർ RPMസിൽ അധികം ഒന്നും ഓടിച്ചിട്ടില്ല, കൂടുതലൊരു മിഡ് റേഞ്ച് RPMലാണ് ഞാൻ ഓടിയത്.
എന്നിട്ടും 29 kmpl മൈലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇംപ്രസീവ്. ഇനി ഇതിൻ്റെ സർവീസിലോട്ട് വരുമ്പോൾ 4 മാസത്തിലൊരിക്കലാണ് ഇതിന് ഓരോ സർവീസും വരുന്നത്. പക്ഷേ ഓയിൽ ചേഞ്ച് 8 മാസത്തിലൊരിക്കൽ മതി. സോ ഓയിൽ ചേഞ്ച് മാത്രം തന്നെ ഒരു ആവറേജ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു 5,000 to 6,000 റേഞ്ചിലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി പ്രൈസിങ്ങിലോട്ട് വരുമ്പോൾ 1.92 ആണ് പുതിയ എക്സ്ഷോറൂം പ്രൈസ്. പഴയതിനേക്കാൾ ഏകദേശം 8,000 രൂപ കൂടിയിട്ടുണ്ട്. കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 2.3 റേഞ്ചിലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ NS 400C ഒരു പക്ക നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളാണ്. ഡെയിലി കമ്മ്യൂട്ടിലും സിറ്റി, വില്ലേജ്, വീക്കെൻഡ് റൈഡിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടോട്ടൽ പാക്കേജ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പവർ പാക്ഡ് എഞ്ചിനും ഒരുപാട് ഫീച്ചേഴ്സും ഉള്ള നല്ലൊരു വാല്യൂ ഫോർ മണി വണ്ടി തന്നെയാണ് NS 400C. ഹൈവേ ടൂറിംഗ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ ലൈനപ്പിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഓപ്ഷൻ ഈ വണ്ടി തന്നെയായിരിക്കും. സോ അത്രയൊക്കെയാണ് ബജാജ് പൾസർ NS 400C ഓടിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്. ബൈ ബൈ.